السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. സ്വർഗം ലഭിക്കുന്ന മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിനകം 10-20 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇഹ്റാമിലെത്തിയിട്ടുള്ളൂ. വളരെ വേഗത്തിൽ തന്നെ പോകണമെന്നാണ് കരുതുന്നത്. എന്നാലും ഞാൻ ആ വാക്ക് തന്നിരുന്നല്ലോ. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്ന എല്ലാ ആയത്തുകളും ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിക്കുകയും അതിൻ്റെ തഫ്സീർ പറയുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഇഹ്റാമുമായി നിഷിദ്ധമായ, ഇഹ്റാം ചെയ്ത ആളുകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരായത്ത് കേൾപ്പിക്കാം. സൂറത്ത് ആല ഇമ്രാനിലെ 96-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം ലല്ലദീ ബി ബക്ക, ബക്കയിലുള്ള ഭവനമാണ്. മുബാറക്കൻ, അത് ബർക്കത്തുള്ളതാണ്. വഹുദൻ, അത് സത്യമാർഗമാണ്, സൽവഴിയാണ്. ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും. ഈ ഒരായത്തിൽ എന്തൊക്കെ വിശേഷണങ്ങളാണ് നാം ഇഹ്റാം ചെയ്ത് ലക്ഷ്യം വെക്കുന്ന കഅബക്ക് അല്ലാഹു പറഞ്ഞത്? ഒന്നാമത്തത് ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ ഭവനം എന്നത്. ആദ്യ ഭവനം എന്നതും ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഭവനം എന്നതും രണ്ട് പ്രത്യേകതയായി. ഭൂമിയിൽ വീടും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് അള്ളാഹുവാണ് ഭവനം നിർമ്മിച്ചത് ജനങ്ങൾക്ക് വേണ്ടി. അത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം. ആരാണ് നിർമ്മിച്ചത്? ആരാണ് അതിൻ്റെ ഫൗണ്ടർ? ആരാണ് അതിൻ്റെ നിർമ്മാതാവ്? അള്ളാഹുവാണ്. ആർക്ക് വേണ്ടിയാണത്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഭവനം ലല്ലദീ ബി ബക്ക, ബക്കയിലുള്ള ഭവനമാണ്. മക്കയുടെ മറ്റൊരു പേരാണ് ബക്ക എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ ഭവനം മുബാറക്കൻ, ബർക്കത്തുള്ള ഭവനമാണ്. ഹാജിമാർക്കും ഉംറ ചെയ്യുന്നവർക്കും ഒരുപാട് ഖൈറാത്തുകളും ബറക്കത്തുകളും ലഭിക്കുന്നതാണ്. ഇമാം നസഫി തൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് പ്രകാരം മുബാറക്കൻ എന്നതിന് കൊടുത്തത് കസീർ അൽ ഖൈർ, ധാരാളം നന്മയുള്ളത് എന്നാണ്. ആർക്ക് നന്മയുണ്ട്? ലിൽ ഹജ്ജാജി വൽ മുഅ്തമിരീൻ, ഹാജിമാർക്കും ഉംറ ചെയ്യുന്നവർക്കും. എങ്ങനെയാ? മിനസ്സവാബ്, ഒരുപാട് പ്രതിഫലം നന്മയുടെ തുലാസിലേക്ക് ആ കഅബൻ്റെ അടുത്ത് വന്നാൽ കിട്ടും. വ തഖ്ഫീരി സയ്യിആത്ത്, പാപങ്ങളൊക്കെ പൊറുപ്പിക്കും. അതന്നെയല്ലേ ഏറ്റവും വലിയ ബർക്കത്ത്. കൂലി ഒരുപാട് കിട്ടും, പാപങ്ങളൊക്കെ പൊറുപ്പിക്കും. പിന്നെ അള്ളാഹു പറയുന്നത് വഹുദൻ ലിൽ ആലമീൻ, ലോകത്തിന് അത് ഒരടയാളമാണ്, ഇമാമാണ്, മാതൃകയാണ്, വഴികാട്ടിയാണ്, അവരുടെ ഖിബലയാണ്, അവരുടെ ആരാധനാ കേന്ദ്രമാണ് എന്ന്. അപ്പോൾ അള്ളാഹു ആണ് കഅബയുടെ നിർമ്മാതാവ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. വുദിഅ ലിന്നാസ് അൽ വാദിഉഹു അല്ലാഹ്,
ജനങ്ങൾക്ക് ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഭവനം. ബാക്കിയുള്ള പള്ളിയൊക്കെ ഉണ്ട്, ആരാധനയ്ക്ക് തന്നെയാണ്. അതൊക്കെ നമ്മളാണ് ഉണ്ടാക്കിയത്. ആ ഭവനം അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കുന്നതിൻ്റെ 40 കൊല്ലം മുമ്പാണ് മസ്ജിദുൽ ഹറാം ഉണ്ടാക്കുന്നത്. പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയത്. ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹു ജൂതന്മാരുടെ കൈകളിൽ നിന്ന് നമുക്ക് മോചിപ്പിച്ച് തരട്ടെ. അത് കൈവശം വെച്ച ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്കോട് യുദ്ധം കൊല്ലുകയും പ്രയാസപ്പെടുത്തുകയും പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഇസ്രായേലിയരെ, ഈ ഇസ്രായേലിനെ, അതിൻ്റെ ഭരണാധികാരികൾ അള്ളാഹു താല പരാജയപ്പെടുത്തട്ടെ. അവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുക്കട്ടെ. ഈ കാബയിലേക്കൊക്കെ പോകുന്ന മാതിരി നമുക്കും പോകാനുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. പക്ഷേ തടസ്സങ്ങളാണ്. അള്ളാഹു ആ തടസ്സങ്ങളെ നിൽക്കട്ടെ. അതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ അള്ളാഹു നശിപ്പിക്കട്ടെ. എല്ലാവരും ദ്വാരക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഹജ്ജിനൊക്കെ പോയാൽ കാര്യമായിട്ട് നിങ്ങളുടെ ദ്വാവിൻ്റെ ഒരു ഭാഗം ഫലസ്തീനികൾക്കും ഗസക്കാർക്കും ബൈത്തുൽ മുഖദ്ദസിൻ്റെ ആളുകൾക്കും അതിന് തടസ്സം നിൽക്കുന്ന ആളുകളുടെ തകർച്ചയ്ക്കും വേണ്ടിയാകണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാണ്. ബക്ക, ഈ ബക്ക എന്നുള്ളതിന് തിരക്ക് എന്നാണ് അർത്ഥം. ബക്കഹു എന്ന് പറഞ്ഞാൽ തിരക്ക് കൂടിയെന്നാണ്. കാരണം എപ്പോഴും അവിടെ ജന തിരക്കാണ്. ബക്ക എന്നുള്ള വാക്കിനർത്ഥം തിരക്ക്. അള്ളാഹു മക്ക എന്ന് ഉപയോഗിക്കാതെ ബക്ക എന്ന് ഉപയോഗിച്ചതിന് ഒരു ഹിക്മത്ത് ഉണ്ടാവുമല്ലോ, ഏറ്റവും തിരക്കുള്ള ഭവനം എന്ന്. ഒന്നാമത്തെ അർത്ഥം തിരക്ക് കഴിഞ്ഞാൽ നേരം നിരുത്തിയിട്ട് അങ്ങനെ നേരമല്ല അവിടെ. രണ്ടാമത്തത് അഹങ്കാരികളെ മൂക്ക് കുത്തിക്കുന്ന സ്ഥലം എന്നാണ്. ഒരഹങ്കാരി യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരുന്നല്ലോ അവിടെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനപ്പട. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ കുതന്ത്രങ്ങളൊക്കെ അള്ളാഹു ആകെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, മൃഗങ്ങളൊക്കെ അവരുടെ തൊഴുത്തുകളിൽ തിന്ന് ചവിട്ടി മെതിച്ച ചണ്ടികളെപ്പോലെ അള്ളാഹു അവരെ മക്കയുടെ പുറത്ത്, ഹറമിൻ്റെ പുറത്ത് ചണ്ടികളാക്കി ഉപേക്ഷിച്ചില്ലേ എന്ന് അള്ളാഹു പറയുന്നത്. അഹങ്കാരികളെ തകർക്കും അവിടെ. അവിടെ വൽപ്പത്തരം കാണിക്കാൻ വേണ്ടി പോയാൽ ഓൻ തകർന്നു പോന്നിട്ടുണ്ടാവും. ആരാണെങ്കിലും അവിടെ അഹങ്കാരം കാണിച്ചാൽ അവൻ തകർന്ന് തരിപ്പണാകും. അവിടെ പണക്കാരൻ പണത്തിൻ്റെ പൊലിവ് കാണിച്ചാൽ ഓൻ പിന്നെ ഒന്നും അല്ലാതെ പോകും. അതാണ് മക്കൻ്റെ പ്രത്യേകത. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. ആയത്തൊക്കെ ആലോചിക്കുന്നതും ഓർമ്മിച്ച് വെക്കണമൊക്കെ നല്ലതാണ്. കാബ അങ്ങനെ കാണുമ്പോൾ അല്ലാഹ് എന്താ കാബനെ കുറിച്ച് പറഞ്ഞത് എന്ന്. ബർക്കത്തുള്ള കാബ അല്ലേ, ജനങ്ങൾക്ക് ഹുദയായിട്ടുള്ള കാബ, അള്ളാഹു നിർമ്മിച്ച കാബ, ഭൂമിയിൽ ആദ്യം നിർമ്മിച്ച കാബ, നല്ല തിരക്കുള്ള കാബ, അഹങ്കാരികളുടെ കഴുത്തൊടിക്കുന്ന കാബ എന്നൊക്കെ ആ ആയത്തിലുണ്ട്. അതൊക്കെ ആലോചിക്കുന്നത് കാബൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പോൾ അത്രയും താഴ്മ നമ്മൾ കാണിക്കുക. എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ചങ്ങായി അവിടുന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല എങ്ങനെ നടക്കാം, ഓൻ എന്തായാലും ബുദ്ധിമുട്ടാവും. ഒരു ഉദാഹരണം പറയാം. എനിക്ക് ഓലൊക്കെ എന്താ കാട്ടുക, അങ്ങനൊന്നുമില്ല. അവിടെ എല്ലാവരും കണക്കാണ്. അവിടെ വേഷവും ഭാഷയും ഒക്കെ ഒന്നാണ്. ഏതായാലും ആദം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ചു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ചു. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ വിശുദ്ധമായ കാബയെ നിർമ്മിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു ശ്രദ്ധിക്കുക, മുബാറക്കൻ എന്നതിന് ഇമാം ബൈളാവി തങ്ങൾ തഫ്സീർ കൊടുത്തത് ഒരർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണമല്ലോ. അത് ആധികാരികമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉപകാരം കിട്ടും. ഇമാം ബൈളാവി മുഫസ്സിർ ഉസൂലിയായിട്ടുള്ളത് പറഞ്ഞത് മുബാറക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഖൈറും ഒരുപാട് ഉപകാരമുള്ള കാബ എന്നാണ്. ഹജ്ജ് ചെയ്യുന്നവർക്ക്, ഉംറ ചെയ്യുന്നവർക്ക്, ഈത്തിക്കാഫിരിക്കുന്നവർക്ക്, തവാഫ് ചെയ്യുന്നവർക്ക് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ പരമാവധി ഹജ്ജ് ചെയ്യുക, അത്രയും ഖൈറും ഉപകാരം ഉണ്ടാവും. പരമാവധി ഉംറൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, അത്രയും ഖൈറും ബർക്കത്തും ഉണ്ടാകും. പരമാവധി ഈത്തിക്കാഫ് വർദ്ധിപ്പിക്കുക, അത്രയും ഖൈറും ബർക്കത്തും ഉണ്ടാകും. പരമാവധി തവാഫ് ചെയ്യുക, അത്രയും ഖൈറും ബർക്കത്തും ഉണ്ടാകും. ഇതാണ് മുബാറക്ക്. 4 കാര്യമാണ് കേട്ടോ പറഞ്ഞത്. വഹുദൻ ലിൽ ആലമീൻ, ലോകത്തിൻ്റെ ഹുദയാണ്. നമ്മളെങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? പടിഞ്ഞാറോട്ടാണ്. ലോകം എല്ലാ ഭാഗത്തു നിന്നും തിരിഞ്ഞിരിക്കുന്നത് ഈ കാബയിലേക്കാണ്.
അതിൻ്റെ തൊട്ടടുത്ത് അള്ളാഹു മറ്റൊരായത്ത് പറയുന്നുണ്ട്. എല്ലാം കൂടെ പറഞ്ഞാൽ നമ്മളെ സമയം പോലെ. അപ്പോൾ തവാഫ്, ഈ തൽബിയത്ത് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞു. ഈ തവാഫിൻ്റെ സമയത്തൊഴികെ തവാഫിൽ നമുക്ക് കുറേ ദിക്റുകളൊക്കെ ചൊല്ലാനുണ്ട്, സായിയിൽ നമുക്ക് കുറേ ദിക്റുകളൊക്കെ ചൊല്ലാനുണ്ട്. അതുകൊണ്ട് തവാഫിൻ്റെയും സായിൻ്റെയും സമയത്തിലൊഴികെ ബാക്കി എല്ലാ സമയത്തും നമ്മൾ തൽബിയത്ത് ചെല്ലേണ്ടതാകുന്നു. തൽബിയത്ത് ചെല്ലുമ്പോൾ അതിൽ 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. ഹാഷിയത്തുൽ ഇലാഹ് 86-ാമത്തെ പേജിൽ പറയാണ്, യസന്നു തക്രാറു തൽബിയത്ത് ഫീ കുല്ലി മറത്തിൻ സലാസ മറ, 3 വട്ടം സുന്നത്താണ്. തൽബിയത്ത് തുടങ്ങിയാൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അങ്ങനെ 3 വട്ടം മൊത്തം. തിബിഹാ മുതവാലിയ, തുടർച്ചയായിട്ട് 3 വട്ടം. ലാ യഖ്തഉഹാ ബികലാമി ഗൈരിഹി, അതിൻ്റെ ഇടയിൽ സംസാരവും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. സംസാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെല്ലിയ ഒരു 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ചൊല്ലൽ സുന്നത്താണ്. ഫൈൻ സല്ലം അലൈഹി, അപ്പോൾ ആരെങ്കിലും അതിനിടെ സലാം പറഞ്ഞാൽ റദ്ദ അലൈഹി സലാമ ബിൽ ലഫ്ളി, അലൈക്കും അസ്സലാം എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കമാനസ് അലൈഹി ഷാഫി വസ്വഹബു റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇക്റഹു യുസല്ലിം അലൈഹി ബി ഹാദിഹിൽ അല, ഈ അവസ്ഥയിൽ അങ്ങനത്തെ തൽബിയത്ത് ചെല്ലുന്ന ആൾക്ക് സലാം പറയൽ കറാഹത്താണ്. സലാം പറയലൊക്കെ സുന്നത്തുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സലാം പറഞ്ഞാൽ മടക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ പറയൽ സുന്നത്ത്, സലാം മൊത്തത്തിൽ പറയൽ സുന്നത്താണെങ്കിൽ ഇങ്ങനെ ഇബാദത്തും ഖുർആനത്തും ദിക്റൊക്കെ ചെല്ലിങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് സലാം പറയരുത് എന്നാണ്. ഓരോന്നിനും ഓരോ സമയമല്ലേ. നമ്മളിപ്പോൾ സലാം പറയുന്നത് എന്തിനാ? ഒരാളോട് ഇഷ്ടം കാണിക്കാനും അയാളോട് സംസാരിക്കാനും മറ്റുമൊക്കെ അല്ലേ. അയാളൊരു ജോലിയിലല്ലേ. അപ്പോൾ ചില ആൾക്കാരൊക്കെ കാണാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ ഇങ്ങനെ ഓതിരിക്കുന്ന ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പള്ളിക്കാട് കയറി വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ കുറേ ഓതിനോലും മറ്റുമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, കാര്യമായ എന്തോ പ്രധാനപ്പെട്ട സംഗതിയിൽ ഏർപ്പെട്ട ആളാണ്, ഖുർആനോത്തിലോ ദിക്റിലോ അല്ലെങ്കിൽ ഹദ്ദാദിലോ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റ് ദുആയിലാണ്, അപ്പോൾ ഒരാളിങ്ങനെ കയറി, അപ്പോഴൊന്നും സലാം പറയരുത്. അപ്പോൾ സലാം പറയൽ ഇങ്ങനെ തൽബിയത്തില്ലെന്ന ആളോട് സലാം പറയൽ കറാഹത്താണ്. സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? മടക്കണം. മടക്കൽ സുന്നത്താണ്. അതായത് അങ്ങോട്ട് പറയൽ കറാഹത്താണ്, സലാം മടക്കൽ സുന്നത്താണ്. നിർബന്ധമൊന്നുമില്ല എന്നർത്ഥം. സലാം മടക്കൽ എന്തില്ല, നിർബന്ധമൊന്നും ഇല്ല. ഒരു ഇമാമ് പറയുന്നുണ്ടേ, ഞാൻ തൽബിയത്തായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒരു ഇമാം അഭിപ്രായം പറയുന്നുണ്ട്, ഈ തൽബിയത്തിലുമ്പോൾ കൈയൊക്കെ ചെവിയിൽ വെക്കൽ സുന്നത്താണ്. നമ്മൾ പൊതുവെ വെക്കാറില്ല, അങ്ങനെ സുന്നത്തായി പ്രത്യേകം എടുത്ത് പറയാത്തതുകൊണ്ട്. അതിന് കാരണം പറയുന്നത് ഓരോ സംഭവങ്ങൾ നോക്കണം. നമ്മൾ പോണ പരിപാടി എങ്ങനത്തെ പരിപാടിയാണ് എന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ ഇടയ്ക്ക് പറയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാദിൽ അസ്റഖ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ, നബിൻ്റെ മദീനയിൽ നിന്നുള്ള യാത്രയിൽ ഒരു സ്ഥലമാണ് വാദിൽ അസ്റഖ്. അവിടെ എത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കാന്നി അന്നൂറില മൂസ വാദിൻ അസ്വാബേഹി ഉദനൈഹില ഉജു ആറബി തൽബിയ. ആ മൂസാ നബിനെ കണ്ടല്ലോ, ചെവിയിൽ കൈയൊക്കെ വെച്ചിട്ട്, എന്തൊരു ശബ്ദത്തിലാണ് മൂസാ നബി തൽബിയത്തിൽ നിന്നത്. ചെവിയിൽ 2 വിരലൊക്കെ വെച്ചിട്ട് ഉറക്കനെ ചെല്ലുന്നുണ്ടല്ലോ മൂസാ നബി, ആ പോണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി തങ്ങളെ ഹജ്ജ് ചെയ്ത കൊല്ലേ എല്ലാ വമ്പന്മാരും പങ്കെടുത്തിട്ടുണ്ട് ഹജ്ജിന്. ഇങ്ങനെ വലിയ വലിയ മഹാന്മാരും അമ്പിയാക്കളും നബിമാരും ഒക്കെ വഫാത്തായതിനു ശേഷവും ഹജ്ജിന് വരും. ആദ്യ നബി പങ്കെടുത്തിട്ടുണ്ട് ഹജ്ജിൽ. അപ്പോൾ അല്ലാഹു തആല അവർക്ക് അതിനുള്ള അനുമതിയൊക്കെ കൊടുത്താൽ പിന്നെ അവർക്ക് എന്താ വരുന്നതിന്? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്കും കൈവക്കാം എന്ന് മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ പണ്ഡിതന്മാർ പറയുന്നൊരു വ്യാഖ്യാനം, മൂസാ നബി അങ്ങനെ ചെയ്തു എന്നുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ, നമ്മളോട് ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. ഏതായാലും ഞാൻ പറഞ്ഞതിന് വേണ്ടിയല്ല, കൈ വെച്ച് തൽബിയത്തെല്ലാം വേണ്ടിയല്ല. മൂസാ നബി അതാ കൈ ചെവിയിലൊക്കെ വെച്ചിട്ട് ഉറക്കനെ ലബ്ബൈക അല്ലാഹുമ്മ. മൂസാ നബി അല്ലെങ്കിൽ ഒരു കരുത്തനാണല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, വഇദാ റഅ ശൈഅൻ, അതുകൂടി പറയാഞ്ഞാൽ ശരിയാവില്ല. ഒരാളെ ഒരു കാര്യം കണ്ട് അത്ഭുതപ്പെടുത്തുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്താൽ ലബ്ബൈക ഇന്നല്ലാഹി ശഈസുൽ ആഖിറ എന്ന് പറയലും കൂടെ സുന്നത്താണ്. ലബ്ബൈക ലബ്ബൈക ഇന്നല്ലാഹി ശഈസുൽ ആഖിറ, ജീവിതം ആഖിറത്തിൻ്റെ ജീവിതമാണെന്ന് പറയാം. നമ്മളൊക്കെ ഈ കേരളത്തിൽ നിന്നാണ് പോകുമ്പോഴേ വിമാനത്താവളമൊക്കെ കാണും. പടച്ചോനെ എന്ത് വിമാനത്താവള! അവിടെയൊക്കെ ഇങ്ങനെ വിമാനം നിർത്തിയിട്ട് കണ്ട ഓട്ടോറിക്ഷ നിർത്തിയിട്ടാൽ മാതിരി
അതിങ്ങനെ അത്ഭുതപ്പെട്ട ആൾക്കാരോട് പറയല്ലേ നമ്മൾ വേണ്ടത്. നോക്കിയാണ്ട് ഈ വിമാനം അതൊക്കെ പറയേണ്ട നേരത്തെ പറയാം. തെൽബിയത്തോ മറ്റോ ഒക്കെ ചിലനിടയിൽ കേട്ടാൽ എന്താ പറയേണ്ട കാര്യങ്ങൾ? ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ. ഞാൻ ഇപ്പോൾ ദുനിയാവിന് ഉത്തരം ചെയ്യുന്നില്ല, ലബ്ബൈക് ഇന്നൽ ഐശ ഐശുൽ ആഖിറ എന്ന് പറഞ്ഞ് പഠിച്ചാലേ പലതും കാണും. മക്കത്തേക്കൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ യോ എന്തിയാതി കെട്ടിട, ഒന്നും അല്ലടോ. അള്ളാൻ്റെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒന്നുമല്ല ഇതൊന്നും. ഈ ഒരു തൂണ് പോലും നിൽക്കാത്ത ഈ തൂണ് പോലും, ഒരൊറ്റ തൂണ് പോലും കൊടുക്കാതെ നമ്മുടെ തലക്ക് മുകളിൽ മഴയും വെള്ളവും കാറ്റും വെളിച്ചവും സൂര്യനും ചന്ദ്രനും കോടാനക്കോടി നക്ഷത്രങ്ങളും കാണിച്ചിട്ട് നമുക്ക് മുമ്പ് നിൽക്കുന്ന ഈ കെട്ടിടമല്ലേ ആകാശം എന്ന് പറയുന്ന കെട്ടിടം. അതൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ 40 നില 110 നില കെട്ടിടമൊക്കെ എന്ത്, ഒരു ചെറിയ ഭൂമി ഉൽക്കുണ്ടായാൽ അങ്ങനെ എടുത്തിടും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്ത് പറയാം, ഇതൊന്നും പുതുമപ്പെടണ്ട. ലോകത്ത് വലിയ വലിയ ഉയരമുള്ള മനുഷ്യന്മാരെ കാണും, കറുത്ത മനുഷ്യന്മാരെ കാണും, ഭംഗിയില്ലാത്ത മനുഷ്യന്മാരെ കാണും, എല്ലാം കാണും. അപ്പൊക്കെ നമുക്ക് അത്ഭുതമായിരിക്കും. അപ്പൊക്കെ പറയാം ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ, ലബ്ബൈക ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ. ജീവിതം ആഖിറത്തിൻ്റെ ജീവിതമാണ്. ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ. അങ്ങനെയാണ്. നീ സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ദുഃഖം ഉണ്ടാകുമ്പോഴും പ്രയാസം ഉണ്ടാകുമ്പോഴും ഒക്കെ എന്ത് പറയാം, ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ. നബി തങ്ങളിത് പറഞ്ഞൊരു സന്ദർഭം എപ്പോഴാണെന്നറിയോ? ഖന്തക്ക് കുഴിച്ചപ്പോൾ ശത്രുക്കൾ ഇങ്ങനെ വരികയാണല്ലോ, മദീനയെ വളഞ്ഞ് നശിപ്പിക്കാൻ വരികയാണ്. അപ്പോൾ മദീനയുടെ ചുറ്റുഭാഗത്തും വലിയൊരു കിടങ്ങ് കുഴിച്ചു. ഇപ്പോൾ ആ കിടങ്ങിൻ്റെ ഇടയ്ക്ക് റോഡാണ്, അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ പഴയകാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നമുക്കില്ല. അവിടെ ചുറ്റുഭാഗത്ത് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്ത് മലയാണ്. മല ഇല്ലാത്ത ഭാഗത്തൊക്കെ കിടങ്ങ് കുഴിച്ചു. ഒരു കുതിരക്ക് പോലും ചാടിക്കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ കിടങ്ങ്. അങ്ങനെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ സന്ദർഭത്തിൽ അങ്ങനെ കുഴി കുഴിച്ചിട്ട് ശരീരമൊക്കെ അങ്ങോട്ട് ഇടങ്ങറായി ക്ഷീണിച്ച് നിറമൊക്കെ അങ്ങോട്ട് മഞ്ഞ കളറായിരുന്നു എന്നാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ ഭാഗം അങ്ങോട്ട് നീക്കി കൊടുത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂല് കളച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ഇത് കളച്ച് തീർക്കണ്ടേ, നല്ല ആഴം വേണ്ടേ, നല്ല വീതി വേണ്ടേ. ഇത്രയും വില കിടങ്ങ് കഠിനാധ്വാനം ചെയ്ത് രാവും പകലെടുത്തിട്ട് മദീനക്കാർ കുഴിക്കുകയാണ്. 1-2 കിലോമീറ്റർ ഒന്നും അല്ലല്ലോ. നബിത്തങ്ങളും കണ്ടും വിഷമിച്ച്, പഠിച്ചോനെ എൻ്റെ അനുയായികളാണല്ലോ ഈ കോലത്തിൽ നിറം മാറി കിടക്കുന്നത്. പട്ടിണി കിടന്നിട്ടേ തിന്നാനൊന്നുമില്ല, കല്ല് വെച്ച് കെട്ടിയിട്ട് നമ്മുടെ മുത്ത് സഹാബാക്കൾ കഠിനാധ്വാനം ചെയ്യുക, ഇസ്ലാമിന് ഭിത്തി നിർമ്മിക്കുകയാണ്. അവരെ കിടങ്ങു വെച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളൊന്നും അതിനേക്ക് പോകില്ല. അപ്പം മുത്തുനബി നിങ്ങൾ കണ്ട് വിഷമിച്ച് പറഞ്ഞ വാക്കാണ് അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ, ലബ്ബൈക ഇന്നൽ ഐശ ഐശുൽ ആഖിറ, ഇന്നൽ ഐശ അല്ലാഹുമ്മ ഇന്നൽ ഐശ ഐശുൽ ആഖിറ എന്ന് മുത്തുനബി പറഞ്ഞതാ. അള്ളാഹുവേ, സഹാബാക്കളെ ബേജാറാക്കണ്ട, ജീവിതം ഇവിടുത്തെ ജീവിതമൊന്നുമല്ല, ആഖിറത്തിലെ ജീവിതമാണ്. ഇവിടെ പട്ടിണിയും വിഷമവും പ്രയാസമൊക്കെ ഉണ്ടാകും, നിങ്ങളെ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞു. സഹാബാക്കൾക്കത് മതി. അവർ ഇവിടുത്തെ ജീവിതം ആഖിറത്തെ ജീവിതത്തിന് വേണ്ടി മാറ്റി വെച്ച ടീമാണ്. കല്ലൊക്കെ വെച്ചാൽ പിന്നെ എങ്ങനെ കൂട്ടരെ വിക്കാസം കൊണ്ട് കളക്കുക? പക്ഷേ ഒന്ന് നിവർന്ന് നിൽക്കണ്ടേ? അപ്പോൾ ഒരു ശീലൻ്റെ ഉള്ളിൽ നല്ല കല്ലൊക്കെ വെച്ചിട്ട്, കല്ലോ ചിരക്കല്ലോ ഒക്കെ വെച്ചിട്ട് ശീലൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് ഇവിടെ കെട്ടുകയാണ്, ഒന്ന് നിവർന്ന് കിട്ടാൻ വേണ്ടി. എന്നിട്ടാണ് നമ്മുടെ മുത്തു സഹാബാക്കൾ എന്ത് ചെയ്യുന്നത്? ആ കിടങ്ങ് കുഴിക്കുന്നത്. അതൊന്ന് പഠിക്കണം, ആ കിടങ്ങിൻ്റെ ഒക്കെ വലുപ്പം. സുബ്ഹാനല്ലാഹ്. പോട്ടെ, നമ്മൾ അടുത്ത വിഷയത്തേക്ക് വരിക. അപ്പോൾ ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, പുരുഷൻ എന്ത് ചെയ്യാൻ പാടില്ല? തല മറക്കാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് പറയണേ. ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ, സ്ത്രീയുമായിട്ടുള്ള യാതൊരു ബന്ധവും പാടില്ല എന്നുള്ളതാണ്. വികാരത്തോടു കൂടി സ്ത്രീയെ നോക്കാൻ പോലും പാടില്ല. ഇഹ്റാം ചെയ്ത് ഭാര്യയും ഭർത്താവും വിമാനത്താവളത്തിൽ ഇരിക്കുകയാണെങ്കിൽ, അപ്പം ആസ്വാദനത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവ് എന്ന രീതിയിലുള്ള വികാരത്തോടു കൂടിയുള്ള സ്പർശനം, നോട്ടം, ഇതൊന്നും പാടില്ല. അമ്മ പൊതുവെ അകലം പാലിക്കുക ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ. ശേഖത്തോടു കൂടി ഭാര്യ രംഗത്തൂടെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വികാരത്തോടു കൂടി അല്ലെങ്കിൽ കാമത്തോടു കൂടി തൊടുക, ഭാര്യയെ നോക്കുക, അതൊന്നും പാടില്ല. അതേമാതിരി ശരീരത്തിൽ നിന്ന് രോമം നീക്കം ചെയ്യാൻ പാടില്ല. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒക്കെ ഫിദിയ കൊടുക്കേണ്ടി വരും, ആടിന് അറക്കേണ്ടി വരും. ഇതൊക്കെ മനഃപൂർവ്വമാണ് ചെയ്തതെങ്കിൽ. പിന്നെ അതുപോലെ ഭംഗിയുള്ള കുട്ടികളുണ്ടല്ലോ, സ്ത്രീകളെ പോലെയുള്ള ഭംഗിയുള്ള ആൺകുട്ടികളൊക്കെ ഉണ്ടാകും. അവരൊക്കെ നോക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്.
അപ്പോൾ വിമാനത്താവളത്തിൽ മറ്റുമൊക്കെ എന്തുണ്ടാകും, ഈ സ്ത്രീകളൊക്കെ ഉണ്ടാവും ജോലിക്ക്, വിമാനത്തിലുണ്ടാകും അല്ലേ, വിമാനത്തിലുണ്ടാവില്ലേ, ഉണ്ടാവും. വല്ല ഹിദ്മത്തിലെന്ന് പറഞ്ഞിട്ട്, ഹിദ്മത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്തിനാ അവർക്ക് പറയൽ, എന്ത് പറഞ്ഞാലും വേണ്ടില്ല. അപ്പോൾ ഇതൊന്നും വികാരത്തോടു കൂടി നോക്കാൻ പാടില്ല, വലിയ ഹറാമാണ്, ഫിദിയ നിർബന്ധമായി തീരും. വിമാനത്താവളത്തിൽ നമ്മൾ വിമാനത്തിലിരിക്കുമ്പോൾ പല പെണ്ണുങ്ങളും വരുമല്ലോ, നമുക്ക് ചായ വെള്ളമാണെന്നൊക്കെ ചോദിച്ചിട്ട് വികാരത്തോടു കൂടി നോക്കിയാൽ ഹറാമാണ്, ഫിദിയ കൊടുക്കേണ്ടി വരും. പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളാണ് നല്ല ഭംഗിയുള്ള എന്ത് ചെയ്യും, ക്യാബിൻ ക്രൂ ഒക്കെ ഉണ്ടാവും, അപ്പോൾ അവരെ വികാരത്തോടു കൂടി നോക്കാൻ പാടില്ല, ഹറാമാണ്, ഫിദിയ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ രോമം കൊഴിയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരൊറ്റ രോമം പോലും എടുക്കരുത്. സ്ത്രീകൾ തലമുടിയോ മറ്റുമൊക്കെ ഇങ്ങനെ പഴയ മാതിരിയൊന്നും മാന്താൻ പറ്റില്ല, ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നഖം നീക്കം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഇബാദത്തിൽ പങ്കാളികളാവട്ടെ, അതൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ കടിക്കാൻ പാടില്ല, വരസാൻ പാടില്ല, പറിക്കാൻ പാടില്ല, കരിക്കാൻ ഒന്നും പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ രോമം നോക്കാൻ പാടില്ല എന്ന് ചുരുക്കം. മറ്റൊന്ന്, ശരീരത്തിലോ വസ്ത്രത്തിലോ വിരിപ്പിലോ സുഗന്ധം പൂശാൻ പാടില്ല. ആരും സുഗന്ധം തന്നാൽ വാങ്ങും വേണ്ട, ആരും സുഗന്ധം പുറത്തെടുക്കും വേണ്ട. വിമാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ സുഗന്ധമുള്ള ഈ ടിഷ്യൂ ഉണ്ടാവും, ആ ടിഷ്യൂ ഒന്നും ഉപയോഗിക്കരുത്, നല്ല സുഗന്ധം ഉണ്ടാവും അത്. അപ്പോൾ അങ്ങനത്തെ ടിഷ്യൂ ഒക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണേ. സുഗന്ധമില്ലാത്ത ടിഷ്യൂ ആണെങ്കിൽ കൊണ്ടുപോയിക്കൊള്ളൂ. പിന്നെ തലയിലോ മുടിയിലോ ഒരു എണ്ണ പുരട്ടാൻ പാടില്ല. എണ്ണയൊക്കെ നല്ലതാണ്, എണ്ണ ഇടൽ സുന്നത്തുമാണ്, പക്ഷേ ഇഹ്റാമിൽ പറ്റില്ല. ഇഹ്റാം ചെയ്താൽ ആണായാലും പെണ്ണായാലും സ്ത്രീക്കും പുരുഷനും എണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ കയ്യിനോ കാലിനൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ രോമം പാടില്ല എന്ന് പറഞ്ഞാൽ തലയിലും മുഖത്തും കേട്ടോ, തലയിലും മുഖരോമങ്ങളിലും എണ്ണ പൂശാൻ പാടില്ല. നിങ്ങളെ കാൽമുട്ട് വേദന കൈമുട്ട് വേദന ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് തൈലോ കുഴമ്പോ അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. തലയിലും സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എണ്ണ പുരട്ടാൻ പാടില്ല. പിന്നെ നിക്കാഹ് നടത്താൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഒഴിവാക്കുക, നിക്കാഹും കല്യാണമൊക്കെ പോയി വന്നിട്ടാക്കാം. വേട്ടയാടാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര പ്രശ്നമൊന്നുമില്ല, കാരണം അതൊന്നുമില്ല. ഈ പേനും കൊതുകൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊല്ലുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പേന് കൊതുകൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യമാണല്ലോ, വണ്ടും ചെള്ളൊക്കെ ഉണ്ടാവില്ലേ, അതിന് കുഴപ്പമില്ല. ഉപദ്രവകാരികളെ കൊല്ലാമെന്നർത്ഥം. പിന്നെ തല മറക്കാൻ പാടില്ല പുരുഷന്മാർ. ഗ്ലാസ് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, തല മറക്കാനേ പാടില്ല. ബാത്റൂമൊക്കെ പോവുകയാണെങ്കിലും പള്ളിക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഇനി നിസ്കരിക്കുകയാണെങ്കിലും ഒന്നും തല മറക്കാതെ നിസ്കരിക്കണം, തല മറക്കാതെ ബാത്റൂമിലേക്ക് പോകണം. നമ്മൾ ആ പഴയ ഓർമ്മ അനുസരിച്ച് എന്ത് ചെയ്യും, പെട്ടെന്ന് തല മറച്ചിട്ട് ബാത്റൂമൊക്കെ അങ്ങോട്ട് പോകും. വേണ്ട, ശ്രദ്ധിക്കണം. അത് കുട ചൂടിനോട് കുഴപ്പമൊന്നുമില്ല, തല മറക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. കുട ചൂടിയായിട്ട് ഒരാൾ നല്ല ചൂടൊക്കെ ഉണ്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഈ തലയിൽ കൈ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, തലയിൽ ഒരാൾ കൈ വെച്ചു എന്നുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ തലയിൽ മുറിവോ ഭയങ്കര തണുപ്പോ ചൂടൊക്കെ കാരണമായിട്ട് തല മറക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഹറാമൊന്നുമില്ല, പക്ഷേ ഫിദിയ കൊടുക്കേണ്ടി വരും. പിന്നെ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, അതെല്ലാവർക്കും തിരിയുന്ന കാര്യമാണ്. ഒന്നും പാടില്ല, ചുറ്റി തുന്നിയ വസ്ത്രേ ധരിക്കാൻ പാടില്ല. ഷെഡ്ഡി പാടില്ല, അണ്ടർവെയർ പാടില്ല, ബനിയന് പാടില്ല, ഒന്നും പാടില്ല. ഇനിയിപ്പോൾ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കുക എന്ന് പറയുമ്പോൾ വസ്ത്രം മാത്രമൊന്നുമല്ല, ഗ്ലൗസ് ഇടുക, കാലിന് അങ്ങനെ ഒന്നും പാടാൻ. ഇപ്പോൾ കാലുമേ ചെരുപ്പിടാമെന്ന് പറഞ്ഞില്ല നമ്മൾ നേരത്തെ, നല്ല ഷൂ ഇട്ടാൽ എന്താവും, ചുറ്റി തുന്നിയതായി, അത് പാടില്ല. അതാ ഷൂ ഇടാൻ പാടില്ല എന്ന് പറയാൻ കാരണം. ചെരുപ്പാവുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ, നമ്മളെ വിരലുകളൊന്നും മറയുന്ന രീതിയിലുള്ള ചെരുപ്പ് പാടില്ല. ഒക്കെ കവർ ചെയ്യുന്ന മൊഹീത്താകുന്ന ഈ വലയം ചെയ്ത് നിൽക്കുന്ന സാധനങ്ങളാണ്, അങ്ങനത്തതൊന്നും പാടില്ല. അതേമാതിരി സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഖവും, പുരുഷൻ തല മറക്കാൻ പാടില്ല, സ്ത്രീകൾ മുഖവും മുഖയും മറക്കാൻ പാടില്ല. നമ്മളിപ്പോൾ മുഖമൊക്കെ മറച്ചിട്ടായിരിക്കും പല പെണ്ണുങ്ങളും നടക്കുക, മറക്കണവരുണ്ട് മറക്കാത്തവരുണ്ട്, എങ്ങനെയാലും കുഴപ്പമില്ല. അതേ സമയത്ത് ഇഹ്റാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, മുഖവും മുഖയും മറക്കാൻ പാടില്ല. ചുറ്റുന്ന വസ്ത്രം ധരിക്കാൻ പുരുഷനും പാടില്ല, സ്ത്രീകൾക്ക് ധരിക്കട്ടെ, ചുറ്റുന്ന വസ്ത്രം ഏതും ധരിക്കാനും കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുഖയും തുറന്നിടണമെന്നുള്ളതാണ്.
അതേസമയത്ത് ഇതുവരെ മറക്കൽ നിർബന്ധമാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം തവാഫ് എന്ന് പറയുന്നത് ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. തവാഫിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ഈ മുഖവും മുങ്കയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗവും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മറിഞ്ഞിരിക്കണം. ഇവിടുന്ന് കുറച്ചും കൂടി വെളിപ്പെട്ടാൽ മണിബന്ധല്ലേ, ഈ ഒരാളുടെ വാച്ച് കിട്ടുന്ന സ്ഥലത്തിനാണ് മണിബന്ധം എന്ന് പറയാം, അതുവരെ നിർബന്ധമായിട്ട് മറിഞ്ഞിരിക്കണം. നിസ്കരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വസ്ത്രം കുറച്ച് മേലോട്ട് കയറിയാൽ, മണിബന്ധം വിട്ടിട്ട് കയറിയാൽ, റിസ്റ്റ് വിട്ടിട്ട് കയറിയാൽ ഔറത്ത് വെളിവാകും. അപ്പം നിസ്കാരം സ്വഹിയാകില്ല, മുടിയൊക്കെ വെളിവാകുന്ന മാതിരി തന്നെയാണ്. അപ്പം മുഖവും മുഖയും സ്ത്രീ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഇനിയും കുറേ പറയാനുണ്ട്. സ്ത്രീക്ക് കയ്യുറ ധരിക്കാൻ പറ്റില്ല എന്നർത്ഥം, മുഖവും മറക്കാൻ പറ്റില്ല. ഇനി ചുറ്റി തിന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഇനി ഇത്തരം ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കണം, കാലുമുട്ടിന് എന്തോ ഒരു ബാൻഡേജ് ഇട്ടായിട്ട് ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി, പ്രശ്നം ഉണ്ടെങ്കിൽ അനുവദനീയമാണ്, പക്ഷേ ഫീസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മൂത്രവാർച്ചയുള്ള പുരുഷനാണ്, അയാൾ മൂത്രം നിൽക്കില്ല. പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് അച്ഛനും മൃഗമൊക്കെ പോകുന്നത്, ആണായാലും പെണ്ണായാലും. പെണ്ണിന് കുഴപ്പമില്ല, അവർക്ക് ലങ്കോട്ടിയോ അതല്ലെങ്കിൽ പമ്പേഴ്സോ ഒക്കെ ഇടാം. പുരുഷന് പമ്പേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിക്കലും എന്തുകൊണ്ട് ഫിദിയ കൊടുക്കേണ്ടി വരും. അപ്പോൾ പുരുഷന്മാരെന്താ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ പമ്പേഴ്സൊന്നും ഇടാതെക്കുക. അവരെന്ത് ചെയ്യും? ഇഹ്റാമിൻ്റെ നേരത്ത് അങ്ങനെ മൂത്രം വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒരു പഞ്ഞിയോ സീല എടുത്തിട്ട് കെട്ടി അങ്ങനെ കെട്ടി വെക്കുക, അതിന് കുഴപ്പമില്ല. അതുകൊണ്ട് ഫിദിയ കൊടുക്കേണ്ടി വരില്ല. കാരണം നജസാകാൻ പറ്റൂലല്ലോ വസ്ത്രത്തിലും മറ്റുമൊക്കെ. അപ്പം അങ്ങനെ മൂത്രവാർച്ചയൊക്കെ ഉള്ള ആളുകൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മൂത്രം നിൽക്കാത്തൊരു പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെ ജഡ്ഡിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ധരിക്കുന്നതുകൊണ്ടോ ഒന്നും കുഴപ്പമില്ല. കാരണം അവർക്ക് ചുറ്റി തിന്നിയ വസ്ത്രം സ്ത്രീകൾക്ക് പ്രശ്നമില്ലല്ലോ, പുരുഷന്മാർക്കാണ് പ്രശ്നം. അപ്പോൾ അവർക്ക് ഷെഡ് ഇടാനൊന്നും പറ്റൂല. അപ്പോൾ ബട്ടൺ ഇട്ടായിട്ടൊന്നും ബന്ധിപ്പിക്കാൻ പറ്റൂല എന്നാണ് പുരുഷന്മാർക്ക്. ബട്ടൺ ഇട്ട് ബന്ധിപ്പിക്കുക ഒരു സാധനമൊക്കെ. ബെൽറ്റ് പറ്റും കേട്ടോ, മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നൊരു ബെൽറ്റ് അരയിൽ പറ്റുമെന്ന് പണ്ടേമാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഹ്റാമിൻ്റെ വസ്ത്രം തുണിയൊന്നും തിരുത്ത് പരിചയമില്ലാത്ത ഒരാളാണ്, അപ്പോൾ അയാൾ പിന്നിൽ കെട്ടി 2 തല വെച്ച് കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം തുണി ചിലപ്പോൾ നിന്നില്ലാന്ന് വരും. അതെന്ത് ചെയ്യാൻ പറ്റില്ല? ബട്ടണൊന്നും ഇടാൻ പറ്റില്ല, ഒട്ടിച്ചേക്കാനൊന്നും പറ്റില്ല. 2 ഇഹ്റാമിൻ്റെ തുണി എന്ത് ചെയ്തു? ബേക്കിൽ വെച്ചിട്ട് കെട്ടി. തുണി നിൽക്കൂല ചില ആൾക്കാർക്ക്. തുണിയൊക്കെ എടുക്കുമ്പോൾ അത് കരുതിക്കൊണ്ട്, ഭയങ്കര കനമുള്ള തുണിയൊന്നും എടുക്കരുതിട്ടാ, അങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാരൊക്കെ നല്ല കട്ടിയുള്ള, ചില രാജ്യക്കാരൊക്കെ വരുമ്പോൾ കാണാം നല്ല ഈ ബാത്ത് ടവലൊക്കെ മാതിരിയുള്ള ഭയങ്കര കട്ടിയുള്ള തുണി എടുത്ത് വരും. പിന്നെ അത് നല്ല കനമായിരിക്കും, പിന്നെ എടുത്താൽ തന്നെ നിൽക്കൂല. അപ്പോൾ ശരീരത്തിൻ്റെ തൊലി കാണാത്ത കട്ടി കുറഞ്ഞ വസ്ത്രമായാൽ നമുക്ക് എടുത്താൽ കുറേയൊക്കെ നിൽക്കും. പിന്നെ കോട്ടൺ വസ്ത്രമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പിടിച്ച് നിൽക്കും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. കോട്ടൻ്റെതായാൽ ഉടുത്തത് അവിടെ അങ്ങനെ അമർന്ന് ഉഷാറായിട്ട് നിൽക്കും. നമ്മളെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി നമുക്ക് നാളെ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റഹ്മാൻ റഹീമായ തമ്പുരാനെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും അമൽ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. പരിശുദ്ധമായ നിൻ്റെ ആദ്യത്തെ ഭവനത്തിങ്കൽ അതിനോടുള്ള എല്ലാ ബഹുമാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറച്ചു തരണേ റഹ്മാനെ. അവിടെ ചെന്ന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും ബറക്കത്ത് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ കാബയുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ കാബയുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. അവരെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، تب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين. أوصيكم بالدعاء. السلام عليكم ورحمة الله.